കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. ദൈവമേ ഞാനിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. ദേവാനീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. ചിറ്റാടിപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ 1982-83 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നവ്യമായ അനുഭൂതിയായി മാറി. നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ കാണുന്നതിന്റെ സന്തോഷം, ഓർമ്മകൾ പങ്കുവെക്കുന്നതിന്റെ കൗതുകം. പലരും പഴയ 15 നടത്തിയ ഓർമ്മകളിലൂടെയുള്ള തീർത്ഥയാത്രയായിരുന്നു വന്ദനം 83. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചിറ്റാടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ സ്തുതിക വളർന്നു വരികയാണ്. അതെല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. വിവിധ രീതിയിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിവിധ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടായ്മകൾ, യാത്രകൾ, സന്തോഷകരമായ അനുഭവങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. അത്രമാത്രം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിൽ. മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലായിരിക്കും അല്ലെങ്കിൽ അത്രമാത്രം ഒരു നമ്മുടെ സാഹോദര്യ മനോഭാവം വളർന്നു വന്നിരിക്കുകയാണ്. ഇവിടെ സ്പന്ദനം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എന്തെല്ലാം രീതിയിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം, സ്നേഹം പങ്കുവെക്കൽ, സഹജീവികളോടുള്ള അനുഭാവപരമായ സമീപനം, നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വിവാഞ്ച ഒക്കെ തന്നെ ഈ സ്പന്ദനത്തിൽ അറിയിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ചന്ദ്രൻ വട്ടോളി അധ്യക്ഷത വഹിച്ചു. വലിയ നീണ്ട ഒരു കാലയളവാണ്. ഒരുപക്ഷെ കാലം നമ്മളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്കൂളിലെ മൂലയിൽ ഒതുങ്ങിയൊക്കെ ഇരുന്നിരുന്ന ആളുകൾ, പഠനത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ, കലാകായിക മേഖലകളിലൊക്കെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ, സ്കൂളിൽ എപ്പോഴും അധ്യാപകർക്ക് തലവേദനയാവുന്ന കുരുത്തം കെട്ട കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ്
ഒരു സ്കൂളിൻ്റെ പൊതുവായ അന്തരീക്ഷം. ഒരുപക്ഷെ ബാലമാഷ് സംസാരിക്കുമ്പോൾ ഒക്കെ ആ കാര്യങ്ങൾ പറയും. ചടങ്ങിൽ വെച്ച് പൂർവ്വ അധ്യാപകരായ വാസു മാസ്റ്റർ, ബാലൻ മാസ്റ്റർ, പോക്കർ മാസ്റ്റർ, പത്മാവതി ടീച്ചർ, പാറുക്കുട്ടി ടീച്ചർ, പ്രേമ ടീച്ചർ എന്നിവരെ ആദരിച്ചു. തങ്ങളിൽ നിന്ന് അകന്നുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുശോചിച്ചുകൊണ്ടാണ് സ്പന്ദനം 83 ആരംഭിച്ചത്. അനുശോചന പ്രമേയം എം ബാബുരാജ് അവതരിപ്പിച്ചു. വാഴയിൽ ഭാസ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ കൺവീനർ കെ ശ്രീധരൻ സ്വാഗതവും PP നസീറ നന്ദിയും പറഞ്ഞു. തുടർന്ന് പരിചയം പുതുക്കൽ, വിവിധ കലാപരിപാടികൾ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ, പാനൽ അവതരണം, പുതിയ ഭാരവാഹികളെ കണ്ടെത്തൽ എന്നിവയും നടന്നു. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് അവർ ആ വിദ്യാലയത്തിന്റെ പടികളിറങ്ങിയത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.